നമസ്കാരം. എല്ലാ ഞായറാഴ്ചയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു 150 പോയിന്റിന്റെ ട്രേഡിംഗ് റേഞ്ച് ഡൗൺ സൈഡിലേക്ക് ക്രിയേറ്റ് ചെയ്ത ഒരാഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മുമ്പുള്ള ആഴ്ച നിഫ്റ്റി 350 പോയിന്റിന്റെ ഒരു റാലി നടത്തിയ ആഴ്ചയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 22,500 നിന്ന് നമ്മുടെ വെള്ളിയാഴ്ച നമ്മുടെ ക്ലോസിംഗ് ഉള്ളത് 22,400 എന്ന റേഞ്ചിലാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റുകൾ അതിശക്തമായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ, എസ്പെഷ്യലി IT കമ്പനീസും പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെക്ടർ അടിസ്ഥാനത്തിൽ ഏകദേശം 4.5% ഇടിഞ്ഞിട്ടുള്ളത് IT സെക്ടർ തന്നെയാണ്. ബാങ്കിങ് സെക്ടർ എല്ലാം തന്നെ ഒരു ചെറുത്തുനിൽപ്പ് നടത്താനെങ്കിലും കൂടിയും ശ്രമിച്ചു. ഈവൻ ഇൻഡസ്ഇൻഡ് ബാങ്ക് കഴിഞ്ഞ ആഴ്ചയിൽ 28% ഒരു ഫോള് ഉണ്ടായിട്ട് പോലും തിരികെ ഒരു 4% ഒരു ഗെയിൻ കിട്ടി. വീണ്ടും അവസാന ദിവസം ഒരു ഇടിഞ്ഞു, അത് വേറെ കാര്യം. എങ്കിലും ICICI ബാങ്കും കൊട്ടക് ബാങ്കും വീക്കിലി അടിസ്ഥാനത്തിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ അവസ്ഥകൾ നമ്മൾ കണ്ടു. ഇൻഡസ്ഇൻഡ് ബാങ്കായിട്ട് ബന്ധപ്പെട്ട മറ്റ് ന്യൂസുകളൊക്കെ ഉണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്യാം. ഓട്ടോ സെക്ടറിൽ നിന്ന് ഹീറോ മോട്ടോ കോർപ്പും ഏകദേശം 3.5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. IT സെക്ടറിൽ നോക്കുകയാണെങ്കിൽ വിപ്രോ, ടെക്കം, അതല്ലെങ്കിൽ ഇൻഫോസിസ് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ 6% ഇടിവ് രേഖപ്പെടുത്തി. എൻ്റയർ IT സെക്ടർ തന്നെ 4% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. FIs കഴിഞ്ഞ ആഴ്ചയും എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. മാർച്ച് മാസത്തിൽ മാത്രം അവർ 21,231 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സെല്ല് നടത്തിയിട്ടുണ്ട്. ഈ ഒരു വർഷം, അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ ഒരു 3 മാസം പിന്നിടുമ്പോൾ മാത്രം അവർ 1,67,000 ലക്ഷം കോടി രൂപയാണ് അവർ സെല്ല് നടത്തിയിട്ടുള്ളത്. മാർക്കറ്റിൽ ട്രംപിൻ്റെ മറ്റുള്ള താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എനിവേ, അടുത്ത ആഴ്ചയിൽ അവധികളൊന്നും തന്നെ ഇല്ല. ഈ മാസം മാർച്ച് 31-ാം തീയതിയാണ് ഈദുൽ ഫിത്തറിൻ്റെ അവധി വരുന്നത്. ഇനിയിപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $3,000 പെർ ഔൺസ് എത്തിയ ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് തന്നെ വരുമ്പോൾ എല്ലാ ആളുകളും പൊതുവെ കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന വീഡിയോസ് എല്ലാം തന്നെ സജക്ഷൻ വരുന്ന വീഡിയോസ്, അതിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും മാർക്കറ്റ് ഇനി ക്രാഷാണോ, മാർക്കറ്റിന് SIP നിർത്തണോ, മാർക്കറ്റിൽ നിന്ന് ഓടിപ്പോണോ, അങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് യൂട്യൂബ് നമുക്ക് സജക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ ആളുകളും അത്തരത്തിലുള്ള വീഡിയോസാണ് പൊതുവെ ഡിസ്കസ് ചെയ്യുന്നത്. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നെല്ലാം തന്നെ 15%-ലേറെ കറക്ഷൻ രേഖപ്പെടുത്തി. എങ്കിലും നിഫ്റ്റി 22,000 എന്ന റേഞ്ച് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 21,250 എന്ന് പറയുന്ന കഴിഞ്ഞ ഇലക്ഷൻ സമയത്തുണ്ടായിരുന്ന എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ക്രിയേറ്റ് ചെയ്ത ലോയിലേക്കൊന്നും നിഫ്റ്റി പോയിട്ടില്ല. കൂടാതെ തന്നെ ഈ ഒരു താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ ഈ പെട്ടെന്ന് ഉണ്ടായ ഒരു വേടൊന്നല്ല. താരിഫ് ഹൈക്കും റിറ്റാലിയേഷൻ എല്ലാം തന്നെ 1960-കളിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ചിക്കൻ വാർ എന്ന പേരിലുള്ള ഈ ഒരു താരിഫ് ഹൈക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാറുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്ന ചിക്കന്മേൽ യൂറോപ്പ് താരിഫ് ഹൈക്കുകൾ ഏർപ്പെടുത്തി. അതിനുശേഷം അമേരിക്ക വീണ്ടും ട്രക്കുകൾക്ക് മേലെ, യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ട്രക്കുകൾക്ക് മേലെ ഈ ഒരു താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ ഏർപ്പെടുത്തി. പിന്നെ 2020 നമ്മൾ കണ്ടത് ചൈനയ്ക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം. പിന്നീട് നമ്മൾ ഈ ട്രംപിൻ്റെ പുതിയ പ്രസിഡൻസിക്ക് ശേഷം നമ്മൾ കണ്ടത് ആദ്യം മെക്സിക്കോക്ക് എതിരെയായിരുന്നു. മെക്സിക്കോ അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കടന്നു വരുന്നത് അത് തടയാൻ ഈ ഒരു മെക്സിക്കോക്ക് ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഇത് ഇനീഷ്യേറ്റ് ചെയ്തു. പിന്നീട് അത് മറ്റുള്ള രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ സ്പ്രെഡ് ചെയ്തു. പക്ഷേ ട്രംപിൻ്റെ ആ ഒരു ഭീതിപ്പെടുത്തുക എന്ന് പറയുന്ന നയം ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തന്നെ നോക്കിയാൽ കാണുന്ന 2 പ്രധാന വാർത്ത. ഒന്ന്, ടെസ്ല ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു, ബോംബെയിൽ സ്ഥലം ഏറ്റെടുക്കുന്നു, ഇന്ത്യയിലേക്ക് അവർ റിക്രൂട്ട്മെൻറ്റ് ആരംഭിക്കുന്നു. ഇത് പെട്ടെന്ന് സാധ്യമായത് ഈ ഒരു താരിഫ് ഹൈക്ക് ഫിയർ കൊണ്ടല്ലേ? ഇത്രയും നാളും അത് സാധ്യമായിരുന്നില്ല. കൂടാതെ തന്നെ ഈ ടെസ്ലയുടെ തന്നെ എലൻ മസ്കിൻ്റെ തന്നെ കമ്പനിയായിട്ടുള്ള സ്റ്റാർലിങ്ക് കമ്പനി, അവർ ഇന്ത്യയിലേക്ക് വരുന്നു, ഉപഗ്രഹ ഇൻ്റർനെറ്റുകളെല്ലാം തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ അതും പെട്ടെന്ന് സാധ്യമായത് ഈ ഒരു താരിഫ് ഹൈക്ക് ഫിയർ അമേരിക്ക അറ്റ്ലീസ്റ്റ് ഇന്ത്യക്ക് മേൽ, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്ക് മേലും കൊടുത്ത ആ ഒരു ഭീതി, അത് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ പെട്ടെന്ന് തന്നെ
ഈ ഒരു ഇതിനെല്ലാം തന്നെ ഒരു ഇളവ് കൊടുത്തിട്ടുള്ളത്. ടെസ്ല വരികയാണ്, സ്റ്റാർലിങ്ക് വരികയാണ്. അപ്പോൾ സ്റ്റാർലിങ്ക് വരുന്നത് ഉപഗ്രഹ ഇൻ്റർനെറ്റുകളെല്ലാം തന്നെ വരുന്നത് ഇന്ത്യയിൽ എയർടെൽ അല്ലെങ്കിൽ ജിയോ പോലെയുള്ള കമ്പനീസ് ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇതേ കമ്പനീസ് തന്നെ ആദ്യം എയർടെൽ ഈ ഒരു സ്റ്റാർലിങ്കായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. 12 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജിയോ ഈ ഒരു കോൺട്രാക്റ്റ് സ്റ്റാർലിങ്കായിട്ട് സൈൻ ചെയ്തു. അപ്പോൾ അതും അതായത് എതിർത്ത ആളുകൾ തന്നെ സൈൻ ചെയ്തു. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ്. ഉപഗ്രഹ ഇൻ്റർനെറ്റുകളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വരുന്നത് ഇപ്പോൾ ഈ എയർടെല്ലോ ജിയോയോ ചെയ്യുന്ന ബിസിനസ് മോഡലല്ല ഈ സ്റ്റാർലിങ്കിനുള്ളത്. കൂടുതൽ പാക്കേജ് കൂടുതലാണ്. കൂടാതെ തന്നെ മെട്രോ നഗരങ്ങളിൽ ഓൾറെഡി തന്നെ 5G അതിലേക്ക് മേൽ സ്പീഡായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർലിങ്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റുള്ള മൗണ്ടൻ ഏരിയ അല്ലെങ്കിൽ ഹിൽസ് ഏരിയ, ഷിപ്സ് അങ്ങനെയുള്ള റിമോട്ട് ഏരിയയിലാണ് അവരുടെ ബിസിനസ്. അതൊരു ബിസിനസ്സും എന്നുള്ള പെർസ്പെക്റ്റീവിലല്ല എലൻ മസ്ക് ഈ ഒരു പ്രോജക്റ്റിനെ കണ്ടിട്ടുള്ളത്. ഒരു ചാരിറ്റി നേച്ചറുണ്ട്. എന്നാൽ ബിസിനസ് ഏറെ നാളുകൾക്ക് ശേഷം അതൊരു ബിസിനസ് ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ ലാഭകരമായേക്കാം. പക്ഷേ ഇനീഷ്യലി അങ്ങനെ ലാഭകരമാകാനുള്ള സാധ്യതകളില്ല. പക്ഷേ സ്റ്റിൽ എയർടെലിന് വൺ വെബ് എന്ന് പറഞ്ഞ പേരിൽ ബ്രിട്ടനായിട്ട് ഇതേ പ്രൊജക്റ്റുകൾ തന്നെ ഉണ്ട്. അതിന് ഇന്ത്യൻ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തിരുന്നു. സ്റ്റാർലിങ്ങിന് ഇപ്പോൾ സാങ്ഷനെ സംബന്ധിച്ചുള്ള അവസാന വട്ട ചർച്ചകളിലേക്കൊക്കെ വരികയാണ്. പക്ഷേ എൻ്റെ പോയിന്റ് ഇതൊക്കെ എല്ലാം സാധ്യമായത് ട്രംപിൻ്റെ ഒരു താരിഫ് ഫിയർ കൊണ്ടാണ്. ഹാർലി ഡേവിഡ്സൻ്റെ ഉൾപ്പെടെയുള്ള ഇറക്കുമതി തീരുവ നമ്മൾ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ചെയ്യും. അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു താരിഫ് ഹൈക്കിൻ്റെ എല്ലാം തന്നെ പ്രധാന അജണ്ട. അല്ലാതെ മെക്സിക്കനെ ശിക്ഷിക്കുക എന്നുള്ളതല്ലായിരുന്നു ഈ ഒരു താരിഫ് ഹൈക്കിൻ്റെ അജണ്ട. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ പോകും. അപ്പോൾ അത് മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ സ്പെസിഫിക് ആയിട്ടുള്ള GDP, ഇൻഫ്ലേഷൻ, മറ്റുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ FISൻ്റെ ഭാഗത്തുനിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഫണ്ടിൻ്റെ ഇൻഫ്ലോ, FI ഇൻഡെക്സ്, ഡോളർ ഇൻഡെക്സ്, US ട്രഷറി ബോണ്ട് ഈൽഡ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഇതെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ. അത് ഒരു വ്യക്തിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നത് കൊണ്ട് നമ്മളുടെ SIP നിർത്താനോ അല്ലെങ്കിൽ തുടങ്ങാനോ ഒന്നും തന്നെ നമ്മൾ തീരുമാനിക്കപ്പെടരുത്. എല്ലാ ന്യൂസുകളും എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്യുക. നമ്മളത് സ്വയം ആയിട്ടുള്ളൊരു തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. എനിവേ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെ കാണാം US ഫിക്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 12% ക്രാഷ് ചെയ്തു, കൂളായി. നാസ്ഡാക്ക് കാണാം 451 പോയിൻറ്റിൻ്റെ ഒരു റാലി, ഡോ കാണാം 674 പോയിൻ്റ് റാലി. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇനി അടുത്ത ആഴ്ചയിലെ ഏറ്റവും പ്രധാന ഈവൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ 12 PM, US കോർ റീറ്റെയിൽ സെയിൽസ് 6 PM. ഇനി പിന്നെ ഉള്ളത് വെനസ്ഡേ ആണ്. വെനസ്ഡേ യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ 3:30 PM ഇന്ത്യൻ ടൈമാണ്. US ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് എല്ലാ ബുധനാഴ്ചയും വരുന്നുണ്ട് 7 PM. US ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 11:30 PM. ഇനി വ്യാഴാഴ്ച ദിവസമുണ്ട് ഫെഡറൽ ഓപ്പൺ കമ്പനിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. എനിവേ ഇത്തരം ഈ പറഞ്ഞ ഡേറ്റയാണ് ഏറ്റവും റെലവൻ്റ് ഉള്ള ഡേറ്റ. അതൊക്കെ ഡേറ്റുകളെല്ലാം തന്നെ ഓർത്ത് വെക്കുക. ക്രൂഡിലെല്ലാം ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ക്രൂഡിൻ്റെ ഇൻവെൻട്രീസ് ഡേറ്റ ഒക്കെ വരും. അപ്പോൾ അതെല്ലാം തന്നെ ക്രൂഡിൻ്റെ മൂവ്മെൻറ്റിനെല്ലാം തന്നെ സ്വാധീനിക്കുന്ന ഡേറ്റയാണ്. എനിവേ കമ്മോഡിറ്റി ട്രേഡിങ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിലെല്ലാം തന്നെ ട്രേഡ് ആക്റ്റീവായിട്ട് മീൻസ് മാർക്കറ്റ് സമയത്ത് ഓഫീസുള്ള ആളുകൾക്കെല്ലാം തന്നെ കമ്മോഡിറ്റി ട്രേഡിങ് അനുയോജ്യമാണ്. വൈകിട്ട് 5:30 മുതൽ രാത്രി 11:30 വരെ കമ്മോഡിറ്റി ട്രേഡ് ഉണ്ട്. ഗോൾഡും അതല്ലെങ്കിൽ ക്രൂഡെല്ലാം തന്നെ നമുക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ സ്റ്റോക്കുകളിലെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ ആദ്യം കാണുന്നത് ഡാൽമിയ ഭാരത് അവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ, ആസാമിലുള്ള അവരുടെ പ്ലാന്റിലെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, RBI പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്ക് അവരുടെ ഈ ഫിനാൻഷ്യലി അവർ സ്റ്റേബിളാണ്, അതൊന്നാമത്തെ കാര്യം. കൂടാതെ തന്നെ ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ 16.46 ഉണ്ട്, അത് കംഫർട്ടബിളാണ്. പൊസിഷൻ കവറേജ് 70% ഉണ്ട്, അത് കംഫർട്ടബിൾ ആണെന്നുള്ള ഒരു ക്ലീൻ ചിറ്റിന് സമാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് RBI ഇൻഡസ്ഇൻഡ് ബാങ്കിന് കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. ഇൻഫോസിസും വിപ്രോയും 2 IT കമ്പനീസാണ്. രണ്ടിനൊരു പ്രത്യേക ന്യൂസ്. ഇൻഫോസിസ് US ഒരു IT കമ്പനിയായിട്ട് കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. വിപ്രോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻഹാൻസ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ന്യൂസാണ് കേട്ടോ, ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല.
ഇനി റിയാലിറ്റി കമ്പനിയായിട്ടുള്ള ബ്രിഗേഡ് അവർ ഒരു ന്യൂസ് ഉള്ളത് ബാംഗ്ലൂരിൽ അവർ 14 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തു. 1224 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ കമ്പനി ചെയ്യാൻ തീരുമാനമെടുക്കുന്നുണ്ട്. സൈഡസ് ലൈഫ് കമ്പനി ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അവരുടെ പ്ലാന്റ് ഇൻസ്പെക്ഷൻ നടത്തി. ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തു. ഒബ്സർവേഷൻസ് ഒന്നും റൈസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ശില്പ മെഡിക്കെയർ സമാനമായ ന്യൂസാണ്. JB കെമിക്കൽസ് സമാനമായ ന്യൂസാണ്. അപ്പോൾ സൈഡസ് ലൈഫും ശില്പ മെഡിക്കെയറും JB കെമിക്കൽസും US ഡ്രഗ് അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. ഒബ്സർവേഷൻസ് ഒന്നും തന്നെ റൈസ് ചെയ്തിട്ടില്ല. ഇനി പവർ ഗ്രിഡ് അവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് 341 കോടി രൂപയുടെ പ്രൊജക്റ്റ് അവർ ചെയ്യുന്നുണ്ട്. സീഗൾ ഇന്ത്യ കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് അവർക്കൊരു പുതിയ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. സീഗൾ ഇന്ത്യ കമ്പനി. തേജസ് നെറ്റ്വർക്ക് ഒരു ടെലികോം കമ്പനിയാണ്, നമുക്കറിയാം. 123 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. തേജസ് നെറ്റ്വർക്ക്. JR ഇൻഫ്ര പ്രൊജക്റ്റിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് അവർക്കും 4262 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഗാലക്സി സർഫാനസ് കമ്പനി ഇവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 18 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കമ്പനി ഏതാ? ഗാലക്സി സർഫാനസ് കമ്പനി. KEC ഇൻ്റർനാഷണൽ കമ്പനി 1200 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. ആർക്കാണ്? KEC ഇൻ്റർനാഷണൽ കമ്പനി. സിഗ്നേച്ചർ ഗ്ലോബൽ കമ്പനി 4000 കോടി രൂപയുടെ 2 പ്രൊജക്റ്റ് അവർ ആരംഭിക്കുന്നുണ്ടെന്നുള്ള ന്യൂസാണ് സിഗ്നേച്ചർ ഗ്ലോബലിനെ സംബന്ധിച്ചുള്ളത്. കൊൽട്ട പറ്റൽ ഡെവലപ്പേഴ്സ് കമ്പനി ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ളൊരു ഭീകര ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഈ കൊൽട്ടൽ പാട്ടലിൻ്റെ 40% സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം സ്റ്റോക്ക് ന്യൂസാണ്, ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇനി നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ദിനം നേരുന്നു. നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.